This is the fourth video of chapter Fruits and Seeds. In the last video, we learned different types of simple fleshy fruits and simple dry dehiscent fruits in detail. Today, we are going to discuss next topic, simple dry indehiscent fruits. എന്തായിരിക്കും ഒരു സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട് ആണ്. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ഫ്രൂട്ട്, എ സിംഗിൾ ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ ആണ്. ദെൻ ഡ്രൈ ഫ്രൂട്ട് ആണ്, അതുകൊണ്ട് തന്നെ പെരികാർപ്സ് ഡ്രൈസ് അറ്റ് മെച്യൂരിറ്റി ആൻഡ് ദേ ആർ ഇൻഡെഹിസൻറ്റ്. ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട് എന്തായിരിക്കും? പെരികാർപ്പ് ഓഫ് ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട്സ് never splits open to discharge or to liberate their seeds. ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ടിൽ അതിൻ്റെ പെരികാർപ്പ് മെച്യൂർ ആവുന്ന സമയത്ത് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്യില്ല. ദേ നെവർ സ്പ്ലിറ്റ് ഓപ്പൺ ദെയർ പെരികാർപ്പ് ടു ഡിസ്ചാർജ് ഓർ ടു ലിബറേറ്റ് ദെയർ സീഡ്സ്. ദെൻ പിന്നെ എങ്ങനെയാണ് സീഡ്സ് ലിബറേറ്റ് ചെയ്യുക? സീഡ്സ് ആർ ലിബറേറ്റഡ് only by the decomposition of the pericarp or by accidental destruction. രണ്ട് മെത്തേഡ്സ് വഴിയാണ് സീഡിൻ്റെ ഡിസ്പേഴ്സൽ പിന്നെ നടക്കുക. ഒന്നെങ്കിൽ ആക്സിഡൻ്റൽ ഡിസ്ട്രക്ഷൻ വഴി, അല്ലെങ്കിൽ മൈക്രോബിയൽ ആക്ഷൻ, അതായത് ഡീകമ്പോസിഷൻ വഴി. സോ ഡ്രൈ സിമ്പിൾ ഫ്രൂട്ടാണ്, പക്ഷെ അതിൻ്റെ പെരികാർപ്പ് മെച്യൂർ ആവുന്ന സമയത്ത് ബേസ്റ്റ് ഓപ്പൺ ചെയ്യില്ല ടു ലിബറേറ്റ് ദെയർ സീഡ്സ്. Then seeds are liberated through accidental destruction or microbial action. Such fruits are called simple dry indehiscent fruits. And there are 5 different types of simple dry indehiscent fruits: Caryopsis, Achene, Cypsela, Samara and Nut. First type of simple dry indehiscent fruit is Caryopsis. Caryopsis is the characteristic fruit of the family Graminae or Poaceae. Graminae or Poaceae ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കാരിയോപ്സിസ്. അപ്പോൾ നമ്മൾ ഗ്രാമിനെ ഓർ പോയേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? റെസിമോസിലെ ലാസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള സ്പൈക്ക്ലെറ്റ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇൻഫ്ലോറസൻസ് ഓഫ് പൊയേസി സ്പൈക്ക്ലെറ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ട് കാരിയോപ്സിസ് ആണ്. ആൻഡ് കാരിയോപ്സിസ് ഈസ് എ സിംഗിൾ സീഡഡ് ഫ്രൂട്ട് ഡെവലപ്പിംഗ് ഫ്രം എ മോണോകാർപ്പലറി യൂണിലോക്യുലാർ സുപ്പീരിയർ ഓവറി വിത്ത് ബേസൽ പ്ലാസൻറ്റേഷൻ. നെല്ല് കണ്ടാൽ തന്നെ അറിയാം ഒരു സിംഗിൾ സീഡഡ് ഫ്രൂട്ടാണ് അല്ലേ? നമുക്ക് ഒരു നെല്ലിൻ്റെ ഉള്ളിൽ ഒരു അരിമണിയാണ് കിട്ടാറ്. സോ അതൊരു സിംഗിൾ സീഡഡ് ഫ്രൂട്ടാണ്. മോണോകാർപ്പലറി യൂണിലോക്യുലാർ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് നെല്ല് കണ്ടാൽ അറിയാം ഒരു കാർപ്പലും ഒരു ലോക്യൂളേ അതിനുള്ളൂ. ആൻഡ് ഓവറി സുപ്പീരിയർ ആണ്. നമ്മൾ സ്പൈക്ക്ലെറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഗ്ലൂംസും അതേപോലെ ബ്രാക്സും ബ്രാക്ടിയോൾസും മോഡിഫൈ ചെയ്ത ലെമ്മക്കും പാലിയക്കും ഒക്കെ മുകളിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. സോ സുപ്പീരിയർ ആണ് ഓവറി ആൻഡ് ദെയർ പ്ലാസൻറ്റേഷൻ ഇസ് ബേസൽ. ഓവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബേസൽ റീജിയനിലേക്കാണ്. സോ മോണോകാർപ്പലറി യൂണിലോക്യുലാർ സുപ്പീരിയർ ഓവറി വിത്ത് ബേസൽ പ്ലാസൻറ്റേഷൻ ഉള്ള ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫ്രൂട്ടാണ് കാരിയോപ്സിസ്. ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ടിന് ഒരു ടൈപ്പായിട്ടാണ് നമ്മൾ കാരിയോപ്സിസ് പറയുന്നത്. നമ്മൾ ഒരിക്കലും റൈസ്, വീറ്റ്, അതേപോലെ മെയ്സ്, എവിന സറ്റൈവ, ഓട്സ് ഇതൊക്കെയാണ് ഗ്രാമിനെ ഓർ പൊയേസിയിൽ വരുന്ന പുല്ല് ഫാമിലിയാണ്. അപ്പോൾ ഈ റൈസിനെ ഒന്നും നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ സീഡ് കോട്ട് ബേസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറില്ല. നമ്മൾ മില്ലിൽ കൊണ്ടുപോയി എന്താ പറയുക അതിനെ സെപ്പറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ടായിട്ട് മാറിയത്. ആൻഡ് ഇൻ കാരിയോപ്സിസ് സീഡ് കോട്ട് ഈസ് കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ് വിത്ത് ദി പെരികാർപ്പ് ഓർ ഫ്രൂട്ട് വാൾ. സീഡ് കോട്ടും പെരികാർപ്പും കംപ്ലീറ്റ്ലി ഫ്യൂസ് ചെയ്ത രൂപത്തിൽ, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് കാരിയോപ്സിസിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ കംപ്ലീറ്റ്ലി ഫ്യൂസ് ചെയ്തിട്ടുള്ള സീഡ് കോട്ടും അതേപോലെ പെരികാർപ്പും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പെരികാർപ്പ് ഓർ ഫ്രൂട്ട് വാൾ ഓഫ് റൈസ് എന്ന് പറഞ്ഞത് നമ്മൾ നെല്ലിൻ്റെ പുറത്ത് കാണുന്ന ആ യെല്ലോയിഷ് ഓർ ഗോൾഡൻ സ്ട്രക്ചറാണ്. ആൻഡ് സീഡ് കോട്ട് ഏതാ? അതിൻ്റെ ഉള്ളിൽ റൈസായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന ഒരു മെറൂൺ കളർ പോർഷൻ ഉണ്ട്, അതാണ് അതിൻ്റെ സീഡ് കോട്ട്. സോ കാരിയോപ്സിസ് ഈസ് എ സ്മോൾ one-seeded fruit developing from a monocarpellary unilocular superior ovary with basal placentation. It is the characteristic fruit of the family Graminae or Poaceae, and here the seed coat is completely fused with the pericarp or fruit wall. Example, rice, wheat, etc. Second type of simple dry indehiscent fruit is akene. Akene is similar to Caryopsis in being one-seeded and superior, or it has a similarity with Caryopsis. What is the similarity? It is also one-seeded and it develops from a superior ovary. ഇതിന് കാരിയോപ്സിസ് ആയിട്ടുള്ളൊരു സിമിലാരിറ്റിയാണ്. അക്കീനും ഒരു one-seeded ഫ്രൂട്ടാണ് ആൻഡ് ഇറ്റ് ഡെവലപ്സ് ഫ്രം എ സുപ്പീരിയർ ഓവറി. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കാരിയോപ്സിസ് ഇൻ വൺ റെസ്പെക്റ്റ്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇൻ അക്കീൻ, ഫ്രൂട്ട് വാൾ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ് വിത്ത് ദ സീഡ് കോട്ട്. സോ അക്കീൻ ഓർത്ത് വെക്കാനുള്ള 2 പോയിൻറ്റ്സ്, ഒന്ന് ഇതിന് കാരിയോപ്സിസ് ആയിട്ടുള്ള സിമിലാരിറ്റി, ഒന്ന് ഇതിന് കാരിയോപ്സിസുമായിട്ടുള്ള ഡിഫറൻസ്. എന്താ സിമിലാരിറ്റി? one-seeded superior ovary എന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഏതുപോലെ? കാരിയോപ്സിസ് പോലെ. ആൻഡ് കാരിയോപ്സിസ് എന്നുള്ള ഡിഫറൻസ് എന്താ? ഇതിൽ ഫ്രൂട്ട് വാള് സീഡ് കോട്ടുമായിട്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടില്ല? ഫ്യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് അക്കീനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഫോളിക്കിളിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഈസ് നോ സിമ്പിൾ ഫ്രൂട്ട്സ് ഇൻ ഫോളിക്കിൾ. അതുപോലെ തന്നെ അക്കീൻസിലും ദർ ഈസ് നോ സിമ്പിൾ അക്കീൻസ്. സിമ്പിൾ ഫ്രൂട്ട്സിൽ അക്കീൻസിന് നമുക്ക് എക്സാമ്പിൾസ് കാണാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് യൂഷ്വലി ഡെവലപ്സ് ഫ്രം ആൻ അപ്പോകാർപ്പസ് പിസ്റ്റൽ. ഹെൻസ് ദേ ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ഗ്രൂപ്പ്സ്. ഒരു എപ്പോകാർപ്പസ് പിസ്റ്റിൽ നിന്ന് ഒരുപാട് കാർപ്പൽസ് അത് ഫ്രീ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ, അങ്ങനത്തെ ഓവറീസ് നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഗൈനീഷ്യത്തിൽ നിന്നാണ് അക്കീൻ സാധാരണ ഡെവലപ്പ് ചെയ്ത് വരിക. സോ സിമ്പിൾ ഫ്രൂട്ട്സിൽ അക്കീൻസിന് എക്സാമ്പിൾസ് ഇല്ല. യൂഷ്വലി കാണാറ് അഗ്രിഗേറ്റ് ഫ്രൂട്ടായിട്ടാണ്. ആൻഡ് എക്സാമ്പിൾ ഫോർ അക്കീനസ് നരവേലിയ, മിറാബിലസ്, ക്ലിമാറ്റസ് എക്സെട്ര. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ഒരു അക്കീനാണ്. ആൻ അഗ്രിഗേറ്റ് ഓഫ് അക്കീൻ, ഒരു ഗ്രൂപ്പ് ഓഫ് അക്കീൻസാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു സിമ്പിൾ ഫ്രൂട്ട്സിൽ അക്കീൻസിന് എക്സാമ്പിൾ ഇല്ല, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിലാണ് കാണുന്നത് ഒരു ഗ്രൂപ്പായിട്ട്. സോ ഇതിൽ ഓരോന്നും അക്കീൻസാണ്. വളരെ ചെറിയ ഒരു ഫ്രൂട്ടാണ്. നമുക്കങ്ങനെ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് മൊത്തമൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട് ഈസ് സിപ്സല്ല. Cypsela is the characteristic fruit of the family Asteraceae or Compositae. Asteraceae or Compositae കുറേ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്? ഇൻഫ്ലോറസൻസ് ഏതായിരുന്നു? ഹെഡ് ഓർ ക്യാപിറ്റുലാണ്. ദെൻ സ്റ്റേമൻസിൻ്റെ കൊഹിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിഞ്ചനേഷ്യസ് സ്റ്റേമൻസ് എന്ന് അല്ലേ, അതായത് ഫിലമെൻറ്റ്സ് ഫ്രീ ആന്തേഴ്സ് ഫ്യൂസ്ഡ് ആണ്. പിന്നെന്താ പറഞ്ഞത്? പാപ്പസ്, സെപ്പൽസ് മോഡിഫൈ ചെയ്ത് ഫൈൻ പെർസിസ്റ്റൻറ്റ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ 3 ക്യാരക്ടേഴ്സ് നമ്മൾ ആസ്റ്ററേസിൻ്റെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ദ 4th ക്യാരക്ടറാണ് ഫ്രൂട്ട് ഓഫ് ആസ്റ്ററേസി ഈസ് സിപ്സല്ല. സിപ്സല്ല ഡെവലപ്സ് ഫ്രം എ ബൈകാർപ്പലറി യൂണിലോക്യുലാർ ഇൻഫീരിയർ ഓവറി വിത്ത് ബേസൽ പ്ലാസന്റേഷൻ. ഒരു എക്സെപ്ഷണൽ കേസ് ഓഫ് ഓവറിയാണ്. എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പം എത്ര കാർപ്പലുണ്ടോ അത്രയും ലോക്യൂൾസ് ഇല്ലാത്ത. സോ ബൈകാർപ്പലറി യൂണിലോക്യുലാർ ഇൻഫീരിയർ ഓവറി വിത്ത് ബേസൽ പ്ലാസന്റേഷനുള്ള ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മൾ പാപ്പസിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഓവറി ഇൻഫീരിയർ ആണ്. ഒരു ബ്ലാക്ക് സീഡ് നമുക്ക് പാപ്പസിന് താഴെയാണ് കാണാൻ പറ്റുക, സെപ്പൽസിന് താഴെ.
So ovary inferior ആണ്, basal ആണ് placentation. And here pericarp and seed coats are separate, and pappus, which is the modified structure of calyx, helps for the dispersal of seed. This type of dispersal mechanism with the help of pappus called a parachute mechanism. So Cypsela is the characteristic fruit of Asteraceae or Compositae. It develops from bicarpellary unilocular inferior ovary with basal placentation. Here fruit wall or pericarp and seed coats are separate. Sepals modified into fine persistent hair-like structures called pappus, which helps for the dispersal of seeds, and that special mechanism of seed dispersal is called a parachute mechanism. Fourth type is Samara or winged fruits. As its name winged fruit indicates, its pericarp modified into wing-like structures, hence the name winged fruits. It is a simple dry indehiscent fruit in which pericarp modified into wing-like structures, and it develops from a monocarpellary or bicarpellary syncarpous ovary, and it is a one-seeded or two-seeded fruit. So monocarpellary or bicarpellary syncarpous ovary എന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നോ രണ്ടോ സീഡ്സ് ഉള്ള ഒരു ഫ്രൂട്ടിനെയാണ് സമാര അല്ലെങ്കിൽ വിങ്ഡ് ഫ്രൂട്ട്സ് എന്ന് പറയാം. ഹിയർ പെരികാർപ്പ് ഈസ് മോഡിഫൈഡ് ഇൻ ടു വിങ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ആൻഡ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പെരികാർപ്പ് എന്ത് ചെയ്യൂല, ബേസ്റ്റ് ഓപ്പൺ ചെയ്യില്ല ടു ലിബറേറ്റ് ദയർ സീഡ്സ്. ഹെൻസ് ദേ ബിലോങ്സ് ടു simple dry indehiscent fruits category. Example for Samara or winged fruits are ailanthus, hyptage, etc. And the last type of simple dry indehiscent fruit is nut. Nut is a one-seeded fruit developing from bicarpellary or multicarpellary syncarpous, unilocular and superior ovary. ബൈകാർപ്പലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി ആയിട്ടുള്ള സിൻകാർപ്പസ് ആൻഡ് യൂണിലോക്യുലാർ ആയിട്ടുള്ള സുപ്പീരിയർ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഫ്രൂട്ടാണ് നട്ട്. ആൻഡ് എക്സാമ്പിൾ ഫോർ നട്ട് ഇസ് അനാകാർഡിയം ഓക്സിഡൻറ്റൈൽ, കാഷ്യൂ നട്ട്. യൂഷ്വലി നട്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ വെൽ ടഫ് ആൻഡ് സ്റ്റോണി പെരികാർപ്പ്. സാധാരണ നട്ടിനെ കവർ ചെയ്തിട്ട് വെൽ ടഫ് ആൻഡ് സ്റ്റോണി ആയിട്ടുള്ള ഒരു പെരികാർപ്പ് കാണാൻ പറ്റും. കാഷ്യൂ നട്ടിൽ നമ്മൾ ആ അണ്ടിക്ക് ചുറ്റും കാണുന്ന ടഫ് ആൻഡ് സ്റ്റോണി ആയിട്ടുള്ള പെരികാർപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇൻ കാഷ്യൂ നട്ട് ട്രൂ ഫ്രൂട്ട് ഇസ് നട്ട് വിച്ച് ഈസ് arranged on a fleshy peduncle, and that fleshy peduncle is the false fruit. So in nut, a true fruit is placed on a false fruit. So cashew nut ഒരു നട്ടിന് എക്സാമ്പിൾ ആണ്. ട്രൂ ഫ്രൂട്ടിൻ്റെ മുകളിലായിട്ട് ഒരു ഫാൾസ് ഫ്രൂട്ട് ഉണ്ട്. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ബൈകാർപ്പലറി ടു മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് സുപ്പീരിയർ ആൻഡ് യൂണിലോക്യുലാർ ഓവറീസ് എന്നാണ്. ആൻഡ് വൺ സീഡഡ് ഫ്രൂട്ടാണ്. നമുക്ക് ഒരു സീഡാണ് കാഷ്യൂ നട്ടിൽ കാണാൻ പറ്റുക. ആൻഡ് ഉള്ളിൽ നമുക്ക് ഒരു ലോക്യൂളേ ഉള്ളൂ. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്ത് വരിക ബൈ ഓർ മൾട്ടി കാർപ്പലർ സുപ്പീരിയർ ഓവറി എന്നാണ്. നട്ടിനെ കുറിച്ച് പറഞ്ഞത് മൊത്തം അതിൻ്റെ ട്രൂ ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ്. ഫാൾസ് ഫ്രൂട്ടിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് പിഡങ്കിൾ. സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ടിന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വാട്ട് ഈസ് സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട്? ദേ ആർ സിമ്പിൾ ഫ്രൂട്ട് and they are dry and indehiscent. Indehiscent means their pericarp never burst open to liberate their seeds, and there are 5 different types of simple dry indehiscent fruits: Caryopsis, Akene, Cypsela,
samara and nut. And all these 4 types of simple dry indehiscent fruits are one-seeded except samara. ചില സമയത്ത് മാത്രം സമാര 2-seeded കാണാറുണ്ട്. ബാക്കിയുള്ള എല്ലാ സിമ്പിൾ ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട്സും 1-seeded ആണ്.